ഹലോ, നമുക്കിന്ന് സിമ്പിളായിട്ടൊരു പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കിയാലോ? സ്കൂളിലൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരു 3 പൊട്ടറ്റോ ഞാൻ ചെറുതായി ഒന്ന് ക്യൂബ്സ് രൂപത്തിൽ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയതിന് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളയണേ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ പിങ്ക് സോൾട്ടാണ് എടുത്തിട്ടുള്ളത്, അതിട്ട് കൊടുത്തു. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി അതും കൂടി ആഡ് ചെയ്യണേ. കുരുമുളക് പൊടി ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും, നമ്മളുടെ ആ ഒരു പൊട്ടറ്റോയ്ക്ക് നല്ലൊരു ഫ്ലേവർ വരും. ഇനി നമ്മൾക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ആഡ് ചെയ്യണം. 1/2 ടീസ്പൂണാണ്, ഞാനിപ്പോൾ കുറച്ച് ആഡ് ചെയ്ത് 2 പ്രാവശ്യമായിട്ട് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഇനി നമ്മൾക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം, സാദാ ജീരകം ഉണ്ടല്ലോ നമ്മൾ കറിയിലൊക്കെ യൂസ് ചെയ്യുന്ന ആ ജീരകം, പൊടിയല്ല കേട്ടോ, മുഴുവനായിട്ടുള്ള ജീരകമാണ്. അതും കൂടി ഇട്ടതിന് ശേഷം നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, പൊട്ടറ്റോന്ന് തന്നെ വെള്ളം വരും. ഇനി ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ഞാനിപ്പോൾ ഇത് എയർ ഫ്രയറിലാണ് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ മേലെ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. കാരണം ക്യൂബ്സ് ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു തട്ടിൽ ചെറിയ ഹോൾസ് ഉണ്ട്, അപ്പോൾ അതിൽ വീഴണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ മാത്രം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കേട്ടോ ഞാൻ ആ പൊട്ടറ്റോ മിക്സിലേക്ക്. ഇനി ഇത് നമ്മൾക്ക് എയർ ഫ്രയറിൻ്റെ അതിലേക്ക് നിരത്തിയിട്ട് കൊടുക്കാം. ഇത് ഞാൻ 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. പാനിലാണെങ്കിൽ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ പൊട്ടറ്റോ അങ്ങനെ പാനിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, നിരത്തി വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അധികം ഓയിലൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് എയർ ഫ്രയറിലായതുകൊണ്ട് ഞാൻ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ചെറുതായി ഒന്ന് സ്പൂൺ എടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴത്തെ ഭാഗമൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് റെഡിയായി കിട്ടാനാണ് കേട്ടോ. പാനിലാണെങ്കിലും ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ മതി. അപ്പം നന്നായി വെന്ത് വരും കേട്ടോ, നന്നായി ഫ്രൈ ചെയ്ത് വരും. നമ്മൾക്ക് എത്രയാണോ ഫ്രൈ ചെയ്യേണ്ടത് അത്രയും ഫ്രൈ ചെയ്യാം. ഞാൻ ഡീപ്പായി ഫ്രൈ ചെയ്യുന്നില്ല. പൊട്ടറ്റോ ഒക്കെ വെന്ത് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ഞാനൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊരു 5 മിനിറ്റും കൂടി വെച്ചതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ജീരകമൊക്കെ ആഡ് ചെയ്യുമ്പോഴേ നല്ലൊരു മണവും ഫ്ലേവറും ഒക്കെ വരും. അപ്പോൾ ചോറും പരിപ്പ് കറിയും ഈ പൊട്ടറ്റോ ഫ്രൈയും കൂടി കഴിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇവിടെ പിള്ളേർക്കൊക്കെ. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ? കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായി അത്യാവശ്യം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ കൈ കൊണ്ട് ഉടയ്ക്കുമ്പോൾ കണ്ടില്ലേ നന്നായി ഒന്ന് ഉടഞ്ഞ് വരും കേട്ടോ. കണ്ടില്ലേ, നന്നായി വെന്ത് അധികം ക്രിസ്പ് ആകാൻ വെച്ചില്ല, കാരണം സ്കൂൾ കൊണ്ടുപോകേണ്ടതായതുകൊണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈസി അല്ലേ, പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു പൊട്ടറ്റോ ഫ്രൈ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.